നമ്മളിന്നേ നമ്മളെ മെറ്റിയോറിൻ്റെ ചെയിന് ഒന്ന് കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയിൻ അഴിച്ച് കഴുകേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കഴുകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരണേ. നമ്മളെ മെറ്റിയോർ അതിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പമ്പ് പോയിട്ട് ഒരു 90 രൂപയുടെ ഡീസൽ മേടിച്ചിട്ടുണ്ട്. ഡീസലാണ്. ഇവിടെയാണ് ചെയിൻ്റെ സ്പ്രോക്കറ്റ്, ചെറിയ സ്പ്രോക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിലെ സ്പ്രോക്കറ്റ്. അങ്ങനെ ഈ ചെയിൻ്റെ അടിയിൽ കണ്ടില്ലേ, കംപ്ലീറ്റ് നമ്മളിട്ടിരിക്കുന്ന ഓയിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് സ്പ്രോക്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട്. അതെടുത്തിട്ടാണ് ഞാനത് ചെയ്യുക. ഓക്കെ. ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രഷർ പമ്പാണ്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് വലിയ വിലയൊന്നുമില്ല. പിന്നെ 2 ബക്കറ്റ് വെള്ളം, 5 രൂപയുടെ 2 കാർ വാഷ്, ബ്രഷ്, പിന്നെ ലൂബ് ഇടാനുള്ള ഓയിൽ. നമുക്ക് നോക്കിയാലോ. ടൂൾസ് എടുക്കാനായിട്ട് വണ്ടിയുടെ ചാവി ആവശ്യമുണ്ട്. ചാവി വെച്ചിട്ട് റൈറ്റ് സൈഡിലുള്ള ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വയ്ക്കുക. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ആ ടൂൾസ് ഇരിക്കുന്നത്. ഒരു ബാഗിൽ ഈ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു വൾക്രമാണ്. അതിൽ എല്ലങ്കി, ഈ എല്ലങ്കി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു 3 എല്ലങ്കി ബോൾട്ട് ഉണ്ട്. ആ എല്ലങ്കി ബോൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഊര. എപ്പോഴും അഴിക്കുമ്പോൾ അടിഭാഗം ആദ്യം അഴിക്കുക. അപ്പോൾ ഭാരം നമുക്ക് മുകളിലെ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് താങ്ങാനൊക്കെ സുഖമാണ്. മൂന്ന് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്പ്രോക്കറ്റിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ അകവും കറക്റ്റ് മണ്ണ് നിറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ചെറിയൊരു ഓട്ട കുത്തിയ കുപ്പി എടുത്തിട്ട് ഇതിൽ ഡീസലിങ്ങനെ നനച്ചിടുകയാണ്. ഡീസലിങ്ങനെ നനച്ചിട്ടിട്ട് ബാക്കിയുള്ള ക്ലീനിങ് അവിടെ അങ്ങനെ നനഞ്ഞ് കിടന്നാലുള്ള ഗുണം എന്താ വെച്ചാൽ അത് കുതിർന്നോളൂ. നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് കുതിർന്നിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള. ഇത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് തോണ്ടി കളയാം. അങ്ങനെ തോണ്ടി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഡീസൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം.
ചെയിനിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് ഡീസൽ ഉപയോഗിച്ചിട്ട് കഴുകുക എന്നാണ്. ഒന്നും കൂടെ ഡീസൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ കംപ്ലീറ്റ് ചളിയാണ്. നമ്മളിട്ടിരിക്കുന്ന ചെയിനിലിട്ടിരിക്കുന്ന ലൂബും ചെളിയും കൂടെ കൂടിയിട്ട് ചെയിനിൻ്റെ തേയ്മാനാണ് ഈ ബ്ലാക്ക് കാണുന്നത്. തേയ്മാനം നല്ലോണം കുറയും ഇങ്ങനെയാകുമ്പോൾ. നമുക്ക് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഇതിലും അതുപോലെ വെള്ളം നമുക്ക് ഇതിൽ കുടിക്കിടാം. ഇടുമ്പോൾ ആദ്യം മേലത്തെ ബോൾട്ട് ഇടുക. അങ്ങനെ ആയതിനു ശേഷം ഒന്ന് ഫുൾ ടൈറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഫുൾ ടൈറ്റ് ചെയ്താൽ മതി. ത്രെഡാണ്, സ്റ്റീലിൻ്റെ ബോൾട്ടാണ്, അലുമിനിയം ബോഡിയാണ്. അപ്പോൾ നമ്മൾ ടൈറ്റ് ഒരു പാകത്തിന് പിടിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായി, അപ്പോൾ റെഡി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ടൂൾസ് തിരിച്ച് അവിടെ തന്നെ വയ്ക്കാം. ടൂൾസ് തിരിച്ച് വയ്ക്കുമ്പോൾ എടുത്ത ടൂൾസുകളൊന്നും മറക്കാതെ തന്നെ, ഇതൊക്കെ കമ്പനി തരുന്ന ടൂൾസുകൾ തന്നെയാണ്, തിരിച്ച് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, എന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ചെയ്തിട്ട് തിരിച്ചത് അതേ
സ്ഥാനത്തേക്ക് വയ്ക്കുക. ഇവിടെ ഒരു ആണി കാണുന്നുണ്ടോ? ആണി അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഫോം വാഷാണ്. ഫോം വാഷിനുള്ള പാത്രമാണത്. ഫോം വാഷിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വണ്ടിക്ക് കഴുകാൻ വേണ്ടി മേടിച്ച കാർ വാഷിൻ്റെ ലോഷൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരെണ്ണം മതി, 5 രൂപയുള്ളതിന്. നല്ല ക്വാളിറ്റി സാധനമാണ്. അത്യാവശ്യം ഒരു കാറ് കഴുകാനുള്ളതും കൂടി ഇതിനകത്തുണ്ടാവും. ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളെടുത്ത് പ്ലാസ്റ്റിക് അവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് വെള്ളം നിറയ്ക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുലുക്കി കൊടുക്കും. സാധനം സെറ്റ്. ഇതിൻ്റെ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. വണ്ടി നമുക്ക് ഇവിടുന്ന് മാറ്റിയേക്കാം. ഇത് നല്ലൊരു ക്ലോത്താട്ടോ, 60 രൂപയുള്ളൂ. പിന്നെ ഇതിൽ ശരിക്ക് 100 ml വെള്ളം വരെ പിടിക്കും. തുടയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ്, സ്ക്രാച്ച് ആവില്ല. പിന്നെ ഇതിൽ എത്ര അഴുക്ക് പിടിച്ചാലും നമുക്ക് സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ അഴുക്ക് മൊത്തം പോവുകയും ചെയ്യും. വണ്ടി അങ്ങനെ കഴുകി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കാണിച്ചു തരാം. ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലീനായി സെറ്റായി. ഇപ്പം ഇനി ഉണങ്ങിയിട്ട് നമ്മൾ ലൂബ് ഇട്ട് കഴിഞ്ഞാൽ സംഗതി ഉഷാറാവും.